ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സിനിമ കാണാൻ പോവാണ് കേട്ടോ. സിനിമ ഏതാണെന്ന് ഗെസ് ചെയ്തോളൂ. അപ്പോൾ ഗെറ്റ് വിത്ത് മീ ഒന്നും എടുത്തില്ല, ഞാൻ ഈ ടോപ്പ് നിന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തതേ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്, നമുക്ക് 8:45 ഷോ വരുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പാട്ടൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതെ, അവിടെ പാട്ട് പാടുമ്പോഴേക്ക് ഇവൻ മൈക്കിൾ ജാക്സൻ്റെ സ്റ്റെപ്പുകളാണ് അനുകരിക്കുന്നത്. ഈ മൂൺ വാക്കില്ലേ, അതാണ് കേട്ടോ. എന്നിട്ട് അവസാനം ഇതേ കടപ്പൊക്കെ ആയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സമയം ഒരു 7:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഷോ 8:45 കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളെങ്കിൽ പോലും നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ആരുടെ പടമാണെന്ന് മനസ്സിലാക്കാമല്ലോ, നമ്മുടെ അണ്ണൻ്റെ പടമാണ് കേട്ടോ. ഈ പടം ഞാൻ സന്തോഷത്തോടു കൂടിയും അതിലുപരി സങ്കടത്തോടു കൂടി പോയി കണ്ട പടമാണ് കേട്ടോ, വിജയുടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പടം നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ആ മുഖം പിന്നെ ഇല്ലല്ലോ, സിനിമയിലൂടെ ഇല്ലല്ലോ, കാണിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വർഷാവർഷം നമ്മൾ ഓരോ പടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമല്ലേ. പിന്നെ ഇപ്പോൾ ഒരു സമാധാനം എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് ചാനലിലൂടെയൊക്കെ വിജയിനെ നമുക്ക് നേരിട്ട് കാണാൻ. നമ്മുടെ CM ആണല്ലോ, തമിഴ്നാട് CM. അതിലൊരു സന്തോഷവും ഉണ്ട് കേട്ടോ. എന്നാലും സിനിമയിലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. പക്ഷേ പടം നല്ലതോ ചീത്തയോ എന്നതിലല്ല കേട്ടോ, ഇത്രയും നാൾ നമ്മൾ കണ്ട മുഖം ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഉള്ള സങ്കടം കേട്ടോ. വിജയുടെ എൻട്രിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സങ്കടം കടിച്ചമർത്തി നിന്ന സമയത്താണ് കേട്ടോ നമ്മുടെ അവസാന ഭാഗത്ത് കുറച്ച് പഴയ മൂവീസിൻ്റെ സീനുകളൊക്കെ ഇട്ടേക്കുന്നത്. എൻ്റെ അമ്മ അപ്പം തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി കേട്ടോ. ശരിക്കും നമ്മുടെ തളപതിക്ക് പകരം വെക്കാൻ ഈ ഇൻഡസ്ട്രിയിൽ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം.